മലയാളം. നമുക്കിന്ന് ചക്കയും എരിശ്ശേരി ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചക്കക്കുരു ഇത് കുഞ്ഞായിട്ട് സ്ക്വയർ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അളന്നൊന്നും മുറിക്കണ്ട, ഏകദേശം ഒരു ചെറിയ രൂപത്തിൽ ഇത് രണ്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ചക്ക ഇട്ടിട്ടുണ്ട്. ഒരു ചക്ക എത്ര ചുളയിട്ട്? ഇത് കുറച്ചല്ലേ ഉണ്ടാക്കുന്നത്? ഓക്കെ, ഒരു 10 ചക്കച്ചുള, അതിന്റെ തന്നെ കുരു, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പോലും ഇല്ല, 1/2 ടീസ്പൂൺ നിറയില്ല, പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത് ഇനി നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷമേ ഇതിനകത്ത് അരപ്പ് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സാധനം നന്നായിട്ട് വേവിച്ചെടുക്കണം. അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ പറയാം. ഇപ്പൊ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. 2 പാൽമുളക്, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില അരക്കണ്ട, അത് ഞാൻ കാണിച്ചു തരാം. തേങ്ങ വേണം, ജീരകം വേണം, വെളുത്തുള്ളി വേണം, ചെറിയുള്ളി വേണ്ടേ? ചെറിയുള്ളി വേണ്ട, വെളുത്തുള്ളി എടുത്തിരിക്കുവാണ്. അതുകൊണ്ട് ചെറിയുള്ളി വേണ്ട. ചക്കയ്ക്ക് എപ്പോഴും ഗ്യാസ് കയറുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ വെളുത്തുള്ളിയാണ് ബെസ്റ്റ്. അതുകൊണ്ട് ഒരു മുറിയുടെ പകുതി തേങ്ങ പോരെ? തേങ്ങ ഇച്ചിരി കൂടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് പിന്നെ ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടു, അതുപോലെ തന്നെ ചക്കക്കുരുവും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് വേവിച്ചെടുക്കണം. ചക്ക റെഡിയായില്ലേ? പിന്നെ പെട്ടെന്ന് റെഡിയായി. ഞാൻ വിചാരിച്ച ഒരു അരമണിക്കൂറൊക്കെ ബ്രേക്കിന് കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ടുമുണ്ട്. തേങ്ങ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. തേങ്ങ, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് 2 പാൽമുളക്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ലേശം കൂടി വെള്ളം വേണേ ചേർക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ കുറുകും. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും ഒരു പരിപാടി. ഇനി നമ്മളിനി വറുക്കാനുള്ള പരിപാടി നമുക്കിത് താളിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഉഴുന്ന് അത് ചോക്ക വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ തേങ്ങ ഇടാം. എന്നിട്ട് എല്ലാം കൂടെ ചോക്ക വറുത്ത് ഇതിനകത്തേക്ക് കൊട്ടുക. തീർച്ചയായിട്ടും അത്രയല്ലേ ഉള്ളൂ.